സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തിയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. ഒരു മിനിറ്റ്, ഒരു കോൾ. ഇതാരാ? ഡൊമിങ്കോസ്. എന്താ ഡൊമിങ്കോസ്? ഇവിടെ നിനക്ക് ഒരു ദിവസത്തേക്ക് മിസ്റ്റർ ബീസ്റ്റ് ആവണോ? എനിക്ക് ആവണം. എന്നാ നീ നേരെ എൻ്റെ വീട്ടിലേക്ക് പോ. മിസ്റ്റർ ബീസ്റ്റ് ആവാനുള്ള എല്ലാ വഴിയും ഞാൻ പറഞ്ഞു തരാം. നിന്റെ വീട്ടിലേക്ക് ഞാൻ എന്തായാലും വരാം. നമ്മളിന്ന് മിസ്റ്റർ ബീസ്റ്റ് ആകുമ്പോൾ അതിന് മുമ്പ് നമുക്ക് നേരെ പോയി റിയാസ് ഞാൻ പിഞ്ചാൻ്റെ അടുത്ത് നമ്മൾ പോണ കാര്യം പറഞ്ഞിട്ടില്ല. എന്തായാലും മിസ്റ്റർ ബീസ്റ്റ് ആവുന്ന കാര്യം കൂടി പറഞ്ഞേക്കാം. അപ്പോൾ റിയാസ് ഞാൻ ഇന്ന് മിസ്റ്റർ ബീസ്റ്റ് ആകാൻ പോവാണ്. അപ്പം മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു വീഡിയോയിൽ എന്തായാലും ശബ്ദമൊക്കെ എൻ്റെ ആയിരിക്കും. അപ്പം ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. നീ ആ വീഡിയോ എന്തായാലും കാണിച്ചെന്നെ. നമ്മളങ്ങനെ റിയേഷൻ ഞാൻ പിഞ്ചാൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോകാൻ കഴിച്ചു. എന്തായാലും നമ്മളിന്ന് മിസ്റ്റർ ബീസ്റ്റ് ആവും. എന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഒരു മിസ്റ്റർ ബീസ്റ്റ് എല്ലാ ദിവസവും ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കാർ കളക്ഷൻ പോയി കണ്ടിട്ട് ഇതാണ് നമ്മുടെ 3 കാർസ്. വേറെ കുറേ കാർസൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ എൻ്റെ കുറച്ച് വേറെ വീഡിയോസ് എടുത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ മിസ്റ്റർ ബീസ്റ്റ് ആവാനുള്ള മിഷനിലേക്ക് പോകാൻ കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ബീസ്റ്റ് ഓരോ ദിവസവും ഓരോ വീഡിയോ ഉണ്ടാക്കും. അപ്ലോഡ് ചെയ്യണ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും. അപ്പോൾ നമുക്ക് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു വീഡിയോ ഫുൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു ദിവസം മാത്രം മിസ്റ്റർ ബീസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അതൊന്നറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിച്ചു. ഈ സിറ്റിയിൽ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ വരാൻ പോവാണ് കഴിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റി കുറച്ച് മോഡേണൈസ് ആയത് കാരണം ഇല്ലേ, ഇവിടുത്തെ ആൾക്കാർ തട്ടുകാലത്തെ പരിപാടിയൊന്നും ഇവിടെ തുടങ്ങാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് അതൊക്കെ അനുമതി കൊടുക്കാൻ പോകുമെന്ന് പറയണ. എന്തായാലും ഈ തട്ടുകട സംഭവമൊക്കെ വന്ന് ഈ ചിഞ്ചാനും പിഞ്ചാനും തലക്ക് സൗകര്യമില്ല. എപ്പോഴും അവിടെ നിന്ന് പോയി തിന്നാനായിരിക്കും. അയ്യോ, ഇതെന്താണ് കാർ കുടുങ്ങിയല്ല. ഇപ്പോൾ ഇത് മാറ്റാനൊരു വഴിയൊന്നുമില്ല. വീണ് ഇനി കയറി നമുക്ക് ചാടിച്ചെടുക്കാം. അയ്യോ ഗൈസ്, ഇതിൻ്റെ സ്റ്റക്കായി പോയി. ഞാൻ സ്റ്റക്കായി പോയി. ഇനി ഒറ്റ വഴിയുള്ളൂ ഗൈസ്. നേരെ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക. നമ്മൾ ഹൾക്കിൻ്റെ പറ വെച്ചാൽ എല്ലാം മറച്ചിട്ടു. എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ സൂപ്പർ പവറുള്ള ആളാന്നൊക്കെ അറിയാലോ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ഡൊമിങ്കോസ് എന്ത് വളഞ്ഞ വഴിയാണോ പറയാൻ പോണത്. എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. എന്തായാലും വേറൊരു ആളാവാൻ വേണ്ടി ഭയങ്കര പണിയായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി എന്ത് കോംപ്ലിക്കേഷനായി ഇന്ന് നമ്മൾ മിസ്റ്റർ ബീസ്റ്റ് ആയിട്ട് കാര്യമുള്ളൂ. അതാണ് നമ്മുടെ അഭിലാഷം മിഷൻ. ഇന്നത്തെ മിഷനാണ് ബീയിങ് മിസ്റ്റർ ബീസ്റ്റ് ഫോർ 1 ഡേ. എന്നുവെച്ചാൽ ഒരു ദിവസം ഫുള്ള് മിസ്റ്റർ ബീസ്റ്റ് ആവുക. എങ്ങനെയുണ്ട്? ഭയങ്കര ഇംഗ്ലീഷാണ്. നമ്മൾ ഭയങ്കര സീനാണെന്ന് അറിയാമല്ലേ. നമുക്ക് എല്ലാ ഭാഷ അറിയാം. എടാ, മിസ്റ്റർ ബീസ്റ്റ് ആവണമെങ്കിൽ നീ നിന്റെ ആത്മാവ് ഇറങ്ങിപ്പോയി മിസ്റ്റർ ബീസ്റ്റിന്റെ ബോഡി കയറണം. അപ്പം അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ കുടിക്കണം. ആ സൊല്യൂഷൻ നമ്മുടെ സയന്റിസ്റ്റ് ബ്രോയിൻ്റെ കയ്യിലാണ്. പുള്ളിക്കാരൻ അവിടെ ഞാൻ അലഞ്ഞില്ല നടക്കണ്ട. എന്തായാലും നീ ആരുടെ നിന്ന് മേടിച്ചേക്ക്, ഞാൻ പറയാനില്ല. നമുക്ക് അങ്ങനെ മിസ്റ്റർ ബീസ്റ്റ് ആവാനുള്ള വഴി നമ്മൾ ഡൊമിങ്കോസ് കൊണ്ടിട്ട് ഇനി നമുക്ക് നേരെ ആ സയൻറ്റിസ്റ്റിനെ കണ്ടുപിടിക്കാം ഗൈസ്. സയൻറ്റിസ്റ്റിനെ കണ്ടെത്തുന്ന വെച്ചാൽ ഗൈസ് 10-12 5-6 മാസമായി. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ കാർ കളക്ഷനൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ഓരോ ചാലഞ്ചസും ചെയ്തു. ഈ സയൻറ്റിസ്റ്റിനെ വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ ഹൾക്കിൽ നിന്ന് തിരിച്ചു മാറാൻ അങ്ങനെ ഉണ്ടോ പുള്ളിക്കാരനെ കണ്ട് എനിക്കൊരു പരിചയമുണ്ട്. വേറെ പരിചയമൊന്നുമില്ല. ഇനി ഇയാളെ കണ്ടാൽ മനസ്സിലാവും. അത് ഡൊമിങ്കോസ് ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ എന്നെ കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല. ചിലപ്പോൾ ഡൊമിങ്കോസ് അയാൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അയാളെ തിരഞ്ഞ് കണ്ടുപിടിക്കണം ഗൈസ്. എന്നിട്ട് വേണം മിസ്റ്റർ ബീസ്റ്റായി ആർമാദിക്കാൻ ഒരു ദിവസം ഫുള്ള്. എന്നിട്ട് തിരിച്ച് ഞാൻ തന്നെ ആവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സങ്കടം, ചെറിയ വിഷമമുണ്ട് ഗൈസ്. എനിക്ക് വേറൊരു ചെറിയ സങ്കടമുണ്ട് ഗൈസ്. ഇന്നലെ ആരും എൻ്റെ വീഡിയോ കണ്ടില്ല, വിരിക്കാതാരും വീഡിയോ കണ്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. എന്ത് പറയാനാ ഗൈസ്, നിങ്ങളാരും എൻ്റെ വീഡിയോ കാണാത്ത എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടിട്ട് അതിന് ലൈക്ക് അടിച്ച് വെച്ചേക്ക്. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഈ വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോയിൽ പിടിച്ചേക്ക് ഓളിലേക്ക് വെച്ചേക്ക്. ഇയാളാണോ സയൻറ്റിസ്റ്റ്? അല്ല പുള്ളിക്കാരൻ നടന്നല്ല. പുള്ളിക്കാരൻ ബൈക്കും കാറൊന്നും ഇല്ല. പുള്ളിക്കാരൻ നടന്നാണ് പോണത്. പിന്നെ അതെ, ഇയാൾ തന്നെ.
ഇയാൾ തന്നെ സയൻറ്റിസ്റ്റ്. എടോ നിൽക്കണോ അവിടെ, ഞാനാണ് ഫ്രാങ്ക്ലിൻ ഡൊമിങ്കോസ് കൊണ്ട് തന്നെ. ഞാൻ വന്നതാ സൊല്യൂഷൻ മേടിക്കാനാ. സൊല്യൂഷൻ തന്നാണെങ്കിൽ ഞാൻ പോവായിരുന്നു. ശരി ബ്രോ. ഗൈസ് ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ റിപ്ലൈ തന്നില്ല. നമുക്ക് പെട്ടെന്ന് വിളിക്കാം. ഞാനിവിടെ ഒരു 10 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ആർക്ക്? 3 കണ്ടസ്റ്റൻസ് ഉണ്ടാവും ഇവിടെ. ഈ ഡിഫൻഡറിൻ്റെ ഒബ്സ്റ്റക്കിൾ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത് ക്രോസ് ചെയ്യുന്നവർക്കാണ് ആ 10 ലക്ഷം രൂപ. എന്തായാലും നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ കാണണ്ടേ. ഇറ്റ്സ് മീ മിസ്റ്റർ ബീസ്റ്റ്. അപ്പം നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടാം. 3 പേരുണ്ട് ഗൈസ്. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ 3 കണ്ടസ്റ്റൻസ്. ഇവരിൽ ഒരാൾക്കാണ് 10 ലക്ഷം രൂപ കിട്ടാൻ പോകുന്നത്. ഞാൻ 3 കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം റോൾസ് റോയ്സ്, ബാക്കിയെല്ലാം സർപ്രൈസ് ആണ് ഗൈസ്. ഇവരിൽ ആരാണ് ഇത് കളക്കുന്ന അവർക്ക് കിട്ടും ഗൈസ് 10 ലക്ഷം രൂപ. അപ്പം നിങ്ങളെല്ലാം റെഡി അല്ലേ? ആദ്യത്തെ കണ്ടസ്റ്റന്റ് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കണ്ടസ്റ്റന്റ് കിട്ടിയ കാർ റോൾസ് റോയ്സ് ആണ്. ഇത് വെച്ചൊക്കെ കയറ്റാൻ സിമ്പിളാണ്. ഈ ആദ്യത്തെ കണ്ടസ്റ്റന്റിന്റെ പേരാണ് രാഹുൽ. അപ്പം അവൻ ഈ കാർ എടുത്തുകൊണ്ട് പോവാണ്. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അറിയില്ല, എന്തായാലും നമുക്കെല്ലാം കാണാം. എന്തായാലും ഈ രാഹുൽ വണ്ടി എടുത്തുകൊണ്ട് പോവോ അതോ വണ്ടി എടുത്ത് ഇത് മറികടക്കോ ഇല്ലയെന്ന് നമുക്കറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ ഈ റാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതെന്താണ് ഇയാൾ തിരിച്ചെടുക്കണം? ഇയാൾക്ക് എന്താ സ്പീഡ് കൂട്ടാൻ. അപ്പം ഈ രാഹുൽ എങ്ങനെയാണ് ലാൻഡ് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല. ഇതിലൊരു ജമ്പിൻ്റെ സീക്രട്ട് ബട്ടൺ ഉണ്ട്. അത് ഉപയോഗിച്ചാൽ സ്പീഡ് ചാടാനും പറ്റും. ഗൈസ് ഇത് ഭയങ്കര സേഫ് ലാൻഡിങ് അല്ല ഗൈസ്, ഇതൊരു ക്രാഷ് ലാൻഡിങ് ആണ്. അപ്പം രാഹുൽ ഈസ് ഡിസ്ക്വാളിഫൈഡ് ഗൈസ്. അടുത്ത ആള് നമ്മുടെ അടുത്ത ആൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാളും രാഹുലിനെ പോലെ ചെന്ന് ചാടിച്ച് കളയോ അതോ ഇയാളാണോ 10 ലക്ഷം രൂപയുടെ ഉടമ എന്നൊക്കെ അറിയണമെങ്കിൽ ഇയാൾ വണ്ടി എടുത്താൽ അതിൻ്റെ മേൽ ചാടിക്കണം. ഇയാളെന്താ വണ്ടി കൊണ്ട് വീഴാൻ പോലെ കളിക്കണം. ഇതെന്തായാലും ഒരു മോൺസ്റ്റർ ട്രക്കാണ്. ഇത് വെച്ച് ജയിക്കാന്ന് വെച്ചാൽ ഈസിയസ്റ്റ് വേ ആണ് വെച്ച്. ഇത് വെച്ച് ജയിക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അപ്പം ഇത് വെച്ച് ജയിക്കും. മിക്കവാറും ഇയാൾ തന്നെ 10 ലക്ഷം രൂപ കൊണ്ടുപോകും ഗൈസ്. നേരെ ചാടുന്നു. അതാ ഇയാൾ പറഞ്ഞു ഗൈസ്. ഇത് മിക്കവാറും ക്രാഷ് ഗൈസ്. ഇത് ഡിഫൻഡറിൽ തട്ടി ക്രാഷ് ലാൻഡ് ആയിരിക്കുന്നു. അപ്പം ഇയാൾക്കും 10 ലക്ഷം രൂപ കിട്ടിയില്ല. അടുത്ത കണ്ടസ്റ്റന്റ് നമ്മുടെ വണ്ടി എടുത്തോണ്ട് ഇതാണ് ലംബോർഗിനി. ഇതുകൊണ്ട് ജയിക്കാൻ കുറച്ച് പണിയാണ്. പക്ഷെ ഇയാൾ ജയിച്ചില്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപ ആർക്കും കിട്ടില്ല. അപ്പം ഈ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഇയാളും ജയിക്കാനാണ്. പക്ഷേ ഇവർക്ക് സ്കില്ലുണ്ടെങ്കിൽ ഇവർ ജയിച്ചിരിക്കും ഗൈസ്. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്. ഗൈസ് ഇറ്റ്സ് എ സേഫ് ലാൻഡിങ്. അപ്പം 10 ലക്ഷം രൂപയുടെ ഉടമസ്ഥയാണ് ഈ പെണ്ണ്. ഇന്ന് ഈ ബാഗിലിരിക്കുന്ന 10 ലക്ഷം രൂപ ഫുള്ള് നിങ്ങൾക്കാണ്. നമ്മളിന്ന് നമ്മുടെ ബോളിയൊക്കെ ചെയ്ത് ഈ വീഡിയോസ് ലൈക്ക് ചെയ്യും. പിന്നെ ഇതുപോലത്തെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ പിന്നെ കാർ കളക്ഷൻ വീഡിയോ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ഓൺലൈൻ വെച്ച് അപ്പോഴേ ഞാൻ തിരിച്ച് വീട്ടിൽ കയറട്ടെ.